നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ. വിനോദ് ഗോപൂർ ഇവിടെ ഉണ്ട്, സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. വിനോദ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എൻ്റെ ആദ്യത്തെ നായകനാണ്. താങ്ക് യു വിനോദ്. വിനോദേ പ്ലീസ് കം. വരൂ, ഇങ്ങോട്ട് വരിക മനുഷ്യ. നിങ്ങളെ കൂടെ ഉണ്ടായിട്ട് റഹ്മാനിക്ക നമസ്കാരം. റഹ്മാനിക്ക ഞാൻ അങ്ങോട്ടിരിക്കാം. റഹ്മാനിക്ക ഇങ്ങോട്ട് വരിക. റഹ്മാനിക്ക ഇങ്ങോട്ട് വായിക്കാം. വാ വിനോദ്, വാ ഇങ്ങോട്ട് വാ വിനോദേ. നമ്മുടെ ഇവിടെ ഉള്ള സദസ്സിൽ ഇത്രയും പ്രശസ്ത സാറിക്ക എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബഷീർ ഖാൻ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു വ്യക്തിത്വമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ദൃശ്യം എന്നൊരു സിനിമ. അതിൻ്റെ കഥ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ മനോഹരമായിട്ട് ഈ ജാനകിക്കാടിൽ വെച്ച് തന്നെയാണ് എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അതും വലിയൊരു പ്രത്യേകതയാണ്. ആ സിനിമ അവിടെ മമ്മൂക്കയുടെ പേജിലൂടെയാണ് റിലീസ് ചെയ്തത്. മമ്മൂക്കയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയായിരുന്നു. ഞാൻ അന്നും ബഷീറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇനി ഷോർട്ട് ഫിലിം ചെയ്യേണ്ട, ഒരു സിനിമ ചെയ്യൂ എന്ന്. വീണ്ടും ബഷീർക്ക് സിനിമ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഷോർട്ട് ഫിലിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വൻ വിജയമാവട്ടെ. അതിനുശേഷം ബഷീർക്കൊക്കെ ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതെ, അത് എന്നെ വിളിച്ചില്ല ഞാൻ ബോംബിടില്ലേ. ഒരു മനോഹരമായ കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതെന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ടൈറ്റിൽ തന്നെ മനോഹരമായ ടൈറ്റിലാണ്. ആ സിനിമയൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു അഭിപ്രായമുള്ള സിനിമയായിട്ട് മാറും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും ജാനകിക്കാടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മുടെ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനായി അഭിനയിച്ചിട്ടുണ്ട്, നാസർ ലത്തീഫ് ഖാൻ. അദ്ദേഹം പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. അദ്ദേഹം ഞാൻ സിനിമയിൽ വന്ന അന്ന് മുതലാണ് അദ്ദേഹത്തിൻ്റെ കുറേ മുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ കലാപൻ അൻസാർക്ക നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അതുപോലെ കലാം റഹ്മാൻ, അവരെല്ലാം എത്തിയിട്ടുണ്ട്. അവരെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ചമ്പലാണ്. കാരണം നമ്മളെക്കാളും സീനിയറാണ്. അവരെ എൻ്റെ ക്ഷണം സ്വീകരിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്.